صلى الله على محمد صلى الله عليه وسلم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا മുഹമ്മദ് وعلى آل سيدنا മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരിമാരെ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പുണ്യമായ റമദാൻ മാസത്തെ വരവേൽക്കുവാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആൻ ഇറക്കി അതിൻ്റെ മഹത്വം വിളംബരം ചെയ്ത മാസമാണ്. ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി അല്ലാഹു പറഞ്ഞത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാനിൻ്റെ ഒരു ശ്രേഷ്ഠത, ഇതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അത് വിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് എന്നതാണ്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ റമദാൻ മാസത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമ്മളൊക്കെ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും റമദാൻ മാസം ഈമാനോടുകൂടി, വളരെ നല്ല വിശ്വാസത്തോടുകൂടി, വഹ്തിസാബൻ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റാൽ, അപ്പം ഇതൊരു ചടങ്ങ് കഴിക്കുന്ന രീതിയാകരുത്. മുഅ്മിനിന് ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും ഈമാനോടുകൂടി ചെയ്യണം. ചടങ്ങായി കേവലമായ അനുഷ്ഠാനമായി ചെയ്യരുത്. അത് ശാരീരികമായ ചില പ്രവൃത്തികളായി മാറുകയുള്ളൂ. അതിന് മജ്ജയുണ്ടാകണം, ആത്മാവുണ്ടാകണം. അത് ഈമാനാണ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. വഹ്തിസാബൻ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫല പ്രതീക്ഷയാണ്. അള്ളാഹു നൽകുന്ന ഹിസാബ് എന്നാണ്. നോമ്പെന്ന് പറഞ്ഞാൽ സബറാണ്, സൗമനിസ്ഫു സബറാണ്, ക്ഷമയുടെ പകുതിയാണ്. ക്ഷമക്ക അള്ളാഹു സാബിരിങ്ങളായ ആളുകൾക്ക് അള്ളാഹു ബിഗൈരി ഹിസാബ്, ഒരു കണക്കില്ലാത്ത പ്രതിഫലമാണ് അള്ളാഹു കൊടുക്കുന്നത്. അപ്പൊ അള്ളാഹു നോമ്പിന് കൊടുക്കുന്നത് അപാരമായ പ്രതിഫലമാണ്. അസ്സൗമുലി വ അന അജ്സി ബി, നോമ്പ് എന്റേതാണ്, എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പ്രത്യേകമായി പറയാൻ കാരണം, ബാക്കിയുള്ള ഇബാദത്തുകളൊക്കെ അള്ളാഹുവിനുള്ളതാണ്, പക്ഷെ നോമ്പ് അള്ളാഹുവിനുള്ളതാണെന്ന് പ്രത്യേകം പറയാൻ കാരണം, അള്ളാഹു പ്രത്യേകമായി താല്പര്യമെടുത്ത് അള്ളാഹു പ്രത്യേകമായി ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന് മാത്രം പ്രതിഫലം നൽകാൻ കഴിയുന്ന ഒരു ഇബാദത്താണ് നോമ്പ്. അള്ളാഹുവിന് മാത്രം പ്രതിഫലം നൽകാൻ കഴിയുന്ന ഇബാദത്താണ്. ബാക്കിയുള്ളതൊക്കെ പരസ്യമായ ആരാധനകളാണ്. നിസ്കാരം ജനങ്ങൾക്ക് പ്രതിഫലം കൊടുക്കാം എന്ന് പറഞ്ഞാൽ നല്ല നിസ്കാരക്കാരനായി ജനങ്ങൾക്ക് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ പല ആളുകളും, നമ്മളൊക്കെ പല പ്രവർത്തനങ്ങളും ജനങ്ങൾ കാണുന്ന രീതിയിലായി പോകുന്നു. നോമ്പ് അത്താഴത്തിനെണിച്ചതുകൊണ്ടോ ഇഫ്താർ നടത്തിയതുകൊണ്ടോ ഒന്നും നോമ്പ് നോറ്റതായിട്ടാവില്ലല്ലോ. നോമ്പ് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അപ്പൊ അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ ഇബാദത്തിന് ഏറ്റവും വലിയ പ്രതിഫലം ഈമാനൻ വഹ്തിസാബൻ, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും ആരെങ്കിലും നോമ്പ് നോറ്റാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, സകല പാപങ്ങളും പൊറുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ സാമ റമളാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമി ദഹരി. ആരെങ്കിലും റമളാൻ 30 നോമ്പ് നോറ്റു, പിന്നീട് ഷവ്വാലില് പെരുന്നാൾ കഴിഞ്ഞ് പിന്നെ 6 ദിവസം, അതിനോട് 6 ദിവസങ്ങൾ തുടർത്തി നോമ്പ് നോറ്റു, എന്നാൽ അവൻ ഒരു കാലം മുഴുവനും നോമ്പ് നോറ്റ പ്രതിഫലമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സഹീഹ് മുസ്ലിമിൽ റിവായത്ത് ചെയ്യുന്നു. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ ജാഅ റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്നഹ വഗുല്ലിഖത് അബ്വാബുൻ നാർ വസുഫിദത്തിശ് ശയാത്തീൻ. പുണ്യങ്ങളുടെ പൂക്കാലമാണ്, വസന്തമാണ്, നന്മകളുടെ വസന്തമാണ് റമദാൻ മാസം. മനുഷ്യന് നന്മകൾ ചെയ്യാൻ, അനുഗ്രഹങ്ങൾ ചെയ്യാൻ, പ്രതിഫലാർഹമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, ഇബാദത്തുകളിൽ മുഴുകാനുള്ള സ്വാഭാവികമായ ഒരു പ്രേരണയുണ്ടാകുന്നു. അന്തരീക്ഷമാകെ മാറുന്നു. ഇദാ ജാഅ റമളാൻ, റമളാൻ മാസം വന്നാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നു. വസുഫിദത്തിശ് ശയാത്തീൻ, പിശാച് ചങ്ങലകളിൽ ബന്ധിതനാകുന്നു. ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം പ്രധാനമായും അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രത്യേകമായി സ്വർഗത്തിലേക്കുള്ള കവാടങ്ങൾ തുറന്നിട്ട് അയാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മയുടെ
തേടുന്നവനെ, നന്മ തേടുന്നവനെ നിങ്ങൾ മുന്നിട്ട് വരിക, തിന്മയുടെ ആളുകളെ നിങ്ങൾ പിന്നോട്ട് പോവുക. വഗുല്ലിഖത് അബ്വാബുന്നാർ, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അന്തരീക്ഷമാകെ മാറുന്നു. എല്ലാവർക്കും പ്രേരണയുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ ആമീൻ എന്ന് പറഞ്ഞത്. അഥവാ റമദാൻ മാസം കിട്ടിയിട്ടും ഒരാൾക്ക് പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ, നന്മകളുടെ വസന്തങ്ങൾ കൊണ്ട് ജീവിതം നിറക്കാൻ, ജീവിതം സുഹൃതപൂർണമാക്കാൻ, സുഗന്ധപൂരിതമാക്കാനുള്ള ഒരു സാഹചര്യം ഒരാൾക്ക് റമദാൻ കൈ കിട്ടിയിട്ട് ഒരാൾക്ക് അതുണ്ടായില്ലെങ്കിൽ അയാളുടെ മേൽ ലഅനത്തുണ്ടാകട്ടെ എന്ന ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറഞ്ഞ ആ ഒരു സംഗതി ഉണ്ടായത് അതുകൊണ്ടാണ്. റമദാൻ മാസത്തിൽ സാഹചര്യങ്ങൾ മാറുന്നു. ഇന്നലെ വരെ ഒരു ഇശാ 4 റക്അത്ത് പോലും നിസ്കരിക്കാൻ മടി കാണിച്ചിരുന്ന ആളുകൾ, നിസ്കരിക്കാൻ തന്നെ ഭയങ്കര പ്രയാസം തോന്നിയിരുന്ന ഒരു സാഹചര്യം നമുക്കൊക്കെ അറിയാം. ജമാഅത്തിന് പോകുന്നത് തന്നെ ഒരു തടസ്സം, പലപ്പോഴും പല തടസ്സങ്ങളും ഏർപ്പെടുന്നു. പക്ഷെ ഇന്നലെ ഒരു സൂര്യാസ്തമയം കഴിഞ്ഞ് പുതിയ ചന്ദ്രോദയം സംഭവിച്ചു എന്ന് അറിഞ്ഞ് നമ്മൾ തക്ബീറുകൾ മന്ത്രധ്വനികളാൽ നിറഞ്ഞപ്പോ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ പൂമഴ പെയ്യുന്ന പോലെ മനസ്സിന്റെ അകത്തേക്ക് പുതിയ കുളിരനുഭവപ്പെട്ടപ്പോ, നമുക്ക് ഇന്നലെ ഇശാഇന്റെ 4 റക്അത്തും പിന്നീട് 2 റക്അത്ത് സുന്നത്തും പിന്നെ 20 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്റും ഒക്കെ നിസ്കരിക്കാനും ഒരുപാട് നേരം പ്രാർത്ഥനകളിൽ മുഴുകാനും സാധിച്ചു. അന്തരീക്ഷം മാറുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹ വർഷം നടത്തി മനുഷ്യന് സ്വാഭാവികമായി നന്മകളുടെ വിള കൊയ്യാനും, നന്മകളുടെ വിത്തുകൾ ഇറക്കാനും വിള കൊയ്യാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ നൽകുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ റമദാൻ മാസത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുക. ഒരു വർഷത്തേക്കുള്ള ഊർജമെങ്കിലും സംഭരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ എല്ലാ സാധനങ്ങൾക്കും, എല്ലാ കാര്യങ്ങൾക്കും ഒരു റീസൈക്ലിംഗ് ആവശ്യമാണ്, ഒന്ന് ഫോർമാറ്റിംഗ് ആവശ്യമാണ്, ഒന്ന് മെയിൻ്റനൻസ് ആവശ്യമാണ്, ഒന്ന് ക്ലീനിങ് ആവശ്യമാണ്. മനുഷ്യന്റെ ശരീരത്തിനും ആത്മാവിനും മനസ്സിനും എല്ലാം മൊത്തത്തിൽ ആത്മീയമായ, മാനസികമായ, ശാരീരികമായ ഒരുപാട് മാറ്റങ്ങൾക്ക് ഈ റമദാൻ മാസം കൊണ്ട് നമ്മൾ സാധ്യമാക്കിയെടുക്കണം. കേവലമായി ഒരു വിശപ്പ് സഹിക്കൽ മാത്രമല്ല, നോമ്പിന് ഒരുപാട് ഘടകങ്ങളുണ്ട്, ഒരുപാട് ഭാവങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കണം, നമ്മൾ ഉൾക്കൊള്ളണം. ആത്മീയമായി നമ്മൾ മാറണം, മാനസികമായ ഒരു സ്വസ്ഥത ഉണ്ടാകണം, ശാരീരികമായ ഒരുപാട് അനുഗ്രഹങ്ങൾ, നോമ്പെടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. അതുകൊണ്ട് അങ്ങനെ അനുഗ്രഹം ലഭിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ ഒരുപാട് പ്രതിഫലങ്ങൾ ഉണ്ടാകും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നോമ്പും വിശുദ്ധമായ ഖുർആനും ഒരു അടിമക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനോട് ശഫാഅത്തിന് തേടും. യഖൂലു സിയാം, നോമ്പ് പറയും, ഐ റബ്ബ് മനഅതുഹു അത്അമ വശഹവാത് ബിന്നഹാർ. റബ്ബേ, ഈ മനുഷ്യൻ പകൽ സമയങ്ങളിൽ ഭക്ഷണവും ആഗ്രഹങ്ങളുമൊക്കെ ഞാൻ അവനെ കൊണ്ട് വെടിഞ്ഞു, അയാള് അതൊക്കെ ഒഴിവാക്കിയതാണ്. ഫശഫ്യാനി ഫീഹി, അതുകൊണ്ട് എനിക്ക് ഈ ആളുടെ വിഷയത്തിൽ എനിക്ക് ശഫാഅത്ത് നൽകണം എന്ന് നോമ്പ് പറയും. അപ്പൊ ഖുർആൻ പറയും, മനഅതുഹു നൗമു ബില്ലൈൽ, എന്നെ കൊണ്ട്, അഥവാ വിശുദ്ധമായ ഖുർആൻ പറയാൻ, എന്നെ പാരായണം ചെയ്ത്, രാത്രി മുഴുവനും എന്നെ പാരായണം ചെയ്ത് ആണ് ഈ മനുഷ്യൻ രാത്രി മുഴുവനും നിരതനായിരുന്നു, ആരാധനാ നിരതനായിരുന്നു. ഫശഫ്യഅനി ഫീഹി, അതുകൊണ്ട് ഈ മനുഷ്യന്റെ വിഷയത്തിൽ എനിക്ക് ശഫാഅത്തിനെ നൽകണമെന്ന് പറയുമ്പോൾ ഫയശ്ഫഅനി, ശഫാഅത്ത് കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ സഹീഹ് അഹ്മദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. അപ്പോ അഹ്മദ് ഇമാമിന്റെ സഹീഹിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ മാസത്തെ മനുഷ്യന് അനുഗ്രഹമായി നൽകിയതാണ്. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ, ഓരോ സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, അള്ളാഹുവിന്റെ കൂടുതൽ തൃപ്തി തേടാൻ, മാനുഷികമായ ഒരുപാട് വൈകല്യങ്ങളിൽ നിന്ന് മാലാഖമാരുടെ സുഹൃതങ്ങളിലേക്ക് മനുഷ്യന് കടന്നു പോകാനുള്ള വലിയ അവസരമാണ്. ഈ അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക. റമദാൻ മാസത്തെ ഒരുപാട് നന്മകൾ കൊണ്ട് നിരതമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകട്ടെ. റമദാനുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.